എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഷെയർ ഇൻഡെക്സുകളിൽ ഇന്ന് ലാസ്റ്റ് ഷെഡ്യൂളിലേക്ക് കടക്കും മുമ്പ് വരെ ഒരു കനത്ത സൈഡ് വേസിലായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും അതേപോലെ ഏഷ്യൻ ഷെയർ മാർക്കറ്റിലെ ഒരു ഉണർവും വൈകാതെ തന്നെ ഇന്ത്യയിലും അലയടിക്കുകയാണ് ചെയ്തത്. വരുമാനത്തിൻ്റെ മുഖ്യ പങ്കും അമേരിക്കയിൽ നിന്ന് നേടുന്ന IT ഷെയറുകളിൽ ഉണ്ടായ ഒരു ബയ്യിങ് പ്രഷർ ഇൻഡെക്സുകളെ മുന്നോട്ട് നയിച്ചു എന്ന് പറയാം. അമേരിക്കയിൽ പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകില്ല എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഇതോടെ അമേരിക്കൻ ഷെയർ മാർക്കറ്റും മറ്റ് വികസിത രാജ്യങ്ങളിലെ ഇൻഡെക്സുകളും കൈവരിച്ച ഒരു ഉന്മേഷവും ഉണർവുമൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. നോക്കൂ, ഇന്ന് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്തതാണ്. പെർസിസ്റ്റൻ്റ് 3500 CE അത് പ്രോഫിറ്റാണ്. അതുപോലെ നിഫ്റ്റി 00 37 11 പോയിൻ്റ് പ്രോഫിറ്റാണ് അത്. അടുത്തത് നിഫ്റ്റി 73 to 100 27 പോയിൻ്റ് പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ നിഫ്റ്റി 00 ഏകദേശം 13 15 18 5 പോയിൻ്റ് 00 ആണ്. 00ൽ 11 അല്ല സോറി എത്ര മുതലാണ് 8 മുതൽ 18 വരെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റ് അല്ലേ. എത്ര ലോട്ട് എടുത്തുണ്ടാവും. അതേപോലെ തന്നെ നിഫ്റ്റി ഒരു 65 to 72 7 പോയിൻ്റ് പ്രോഫിറ്റാണ്. അതേപോലെ 00 7 to 23 നല്ല പോയിൻ്റാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. നമുക്ക് നാളേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. നിഫ്റ്റി 22,392 സ്പോട്ട് റേറ്റ്. ഒന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു പോക്ക് അങ്ങോട്ട് പോയി. വല്ലാത്തൊരു പോക്ക് തന്നെയാണത്. ശരിക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് വല്ലാത്തൊരു പിടിപാടൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഇവിടെ നിന്ന് ഇത് 1 hour ക്യാൻഡിലാണ്, ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ഇങ്ങനെ കയറിപ്പോകുന്ന കാണുമ്പോൾ ഇപ്പോൾ 1 2 3 കയറിയില്ലേ. 3 കയറിയാൽ ഈ സാധാരണക്കാരൻ എന്ത് വിചാരിക്കും, എന്തായാലും താഴെ വരുന്നു. നോക്കിയേ, ഇവിടെ നിന്ന് വീണ്ടും എത്ര പോയി. ഓപ്പൺ ചെയ്ത് 22,360 408 വരെ പോയി. നോക്കിയേ, 48-50 പോയിൻറ്റിൻ്റെ മേലെ പോയിട്ടാണ്. പിന്നെ അവിടെ നിന്നും മേലെ പോയി 432 വരെ പോയി. അതിന് ശേഷമാണ് കുറച്ച് താഴേക്ക് വന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ എത്രയോ ആളുകൾ ചിലപ്പോൾ പുട്ട് സൈഡ് എടുത്ത് പെട്ടിട്ടുണ്ടാവും. മാർക്കറ്റിന് ഒരിക്കലും ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, അത് പ്രവചിക്കാൻ കഴിയില്ല. പിന്നെ ചാർട്ടുകളുടെയും അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാമെന്ന് മാത്രം, പക്ഷേ ഒരിക്കലും നമുക്ക് അതിനെ പ്രവചിക്കാൻ കഴിയില്ല. ഓക്കെ, 22,349 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, 22,231 സെക്കൻഡും 22,160 തേർഡുമായിരിക്കും. അതേപോലെ റെസിസ്റ്റൻസ് 22,435 ഫസ്റ്റ്, 22,501 സെക്കൻഡ്, 22,586 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സ്പോട്ട് റേറ്റ് 47,977 ആണ്. 47,733 ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും. 47,540 സെക്കൻഡും 47,314 തേർഡ് സപ്പോർട്ടും ആകുമ്പോൾ 48,161 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. 48,361 സെക്കൻഡും 48,529 തേർഡ് സപ്പോർട്ടും റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഇന്നലെ വീഡിയോ ചെയ്തിരുന്നില്ല, അതുകൊണ്ട് സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇന്ന് പറയാനില്ല. മിനിഞ്ഞാത്ത റിസൾട്ട് ഇനി പറയുന്നില്ല, പ്രോഫിറ്റാണ്. ആദ്യത്തെ അംബുജ സിമെൻ്റാണ്. അംബുജ സിമെൻറ്റിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ ബൈ എൻട്രി കൊടുക്കാം. $618 സ്റ്റോപ്പ് ലോസ് 613 വയ്ക്കാം. ടാർഗറ്റ് 623 626 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്കിനി രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ലാൽപത് ലാബാണ്. ലാൽപത് ലാബിലും ഒരു ബൈ എൻട്രി തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.
2541 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 2528 സ്റ്റോപ്പ് ലോസ് വെക്കണം. 2564, 2570 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പോകാൻ സാധ്യത ഏകദേശം പറയുകയാണെങ്കിൽ 2556 വരെ. നമ്മൾ 570 പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ടാർഗറ്റ്. അതിന് മുകളിൽ പോകാൻ സാധ്യത കാണുന്നുണ്ട്. പോകും എന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷേ പോകും എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കരുത്. ഉദാഹരണം ഇന്നത്തെ നിഫ്റ്റിയാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2528 അല്ലേ സ്റ്റോപ്പ് ലോസ്. 2541 നിന്ന് 2564 പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2528 സ്റ്റോപ്പ് ലോസിനെ 2541 കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം 2570 പോയി കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസിനെ 2564 കൊണ്ടുപോയി വയ്ക്കുക. അഥവാ മേലെ പോയിട്ട് ഇനി താഴെ വന്നാലും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് 13 പോയിൻ്റ് കിട്ടിയല്ലോ. 2570 മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ 10 പോയിൻറ്റോ അല്ലെങ്കിൽ 5 പോയിൻറ്റോ കൂടുമ്പോൾ 2570 മാറ്റുക. അതിൻ്റെ മേലെ പോകുമ്പോൾ 2575 മാറ്റുക. അങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ഓക്കെ, ഏതായിരുന്നാലും ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.